STP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, RSS ആയിക്കോട്ടെ, ഇവരോടൊക്കെ സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ എന്ത് ഗുണമുണ്ടാകും എന്നത് നോക്കിയുള്ള സമീപനമല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. ഇതൊക്കെയും വർഗീയ സ്വഭാവത്തിലുള്ള സംഘടനകളാണ്. അത് നമുക്കറിയാവുന്നതാണ്. കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തനം അത് തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് മാത്രം നോക്കി ഈ സംഘടനകളുടെ നിലപാട് സ്വീകരിക്കുന്നത് ആരായാലും ശരിയല്ല. പിന്നെ ഇപ്പോൾ STPയുടെ ഒരു പ്രവർത്തന രീതി നോക്കൂ. അവർക്ക് ഇപ്പോൾ വേണ്ടത് സമൂഹത്തിലൊരു വിസിബിലിറ്റിയാണ്. അതിനാണ് STP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് നോക്കൂ. അവർ BJPക്കെതിരെ സംസാരിക്കുകയാണ്, RSSനെതിരെ സംസാരിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിയിൽ RSSനോടും BJPയോടുമുള്ള ഒരു പൊതു നിലപാടുണ്ട്. അതിനെ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ മാറ്റാനാണ് നിലവിൽ STP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവരുടെ ഐഡിയോളജി എന്താണ്? അതും ഇത് തന്നെയാണ്. ഒന്ന് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ മറ്റൊന്ന് ഭൂരിപക്ഷ വർഗീയതയാണ് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ RSSനോടുള്ള കേരളത്തിന്റെ മതേതര ചേരിക്കുള്ള നിലപാടിനെ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ മാറ്റുക എന്നതിനൊപ്പം തന്നെ ആ വോട്ടുകളെ പൂർണ്ണമായും സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ STPക്ക് മാത്രമാണ് സാധിക്കുന്നത് എന്നൊരു നെറേറ്റീവ് കൂടി അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് അങ്ങേയറ്റം അപകടകരമാണ്. നിലവിൽ RSS പോലെ നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞതുപോലെ ഇടത് നേതാക്കൾക്ക് അതിലൊരു പങ്കുണ്ട്. അതായത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ഈ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ 5% മാത്രമാണ് STPയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന്. ഈ 5% വരുന്ന ഈ STP ജമാഅത്ത് ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ മൊത്തം മുസ്ലിം രാഷ്ട്രീയത്തെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു പവർ ഉണ്ട്, ഇത്രയും വലിയൊരു ഹാൻഡ് ഉണ്ട്, എഡ്ജ് ഉണ്ട് ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. അസിത പറഞ്ഞു അവർക്ക് അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഇടതുപക്ഷത്തിനാകണം. ആ വോട്ട് വേണ്ട എന്ന് പറയണം. അങ്ങനെ ചെയ്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം. ഈ ആകെ മുസ്ലിം സമുദായം എന്ന നിലയിലേക്ക് STPക്ക് ഒരു പരിവേഷം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവരോട് വളരെ വ്യക്തമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ആ പരിവേഷം ഇല്ല. അതായത് ഈ പറഞ്ഞ ആകെ മുസ്ലിങ്ങളുടെ 5% മാത്രമാണ് ഈ STP എന്ന സംഘടനയിൽ വരുന്നത്. അപ്പോൾ അവരോട് ഇത്രത്തോളം മമത വേണമെന്ന് ഞാൻ ചോദിക്കുന്നു. ഇപ്പോൾ STP വോട്ട് വേണം, അത് കൃത്യമായി പറയാൻ എന്തുകൊണ്ട് CPM പേടിക്കുന്നു, മടിക്കുന്നു എന്നുള്ള എന്റെ ചോദ്യം. അതിപ്പോൾ സുഹൈൽ ഒരു തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ അവർ ആ നിലയിൽ കാണുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അടിവരയിടുന്നത് ഈ സംഘടനകളോട് ഒന്നും സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിനെ മുൻനിർത്തിയുള്ള നിലപാടല്ല എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ STP മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, ഒരു വിശാല സ്പേസിലേക്ക് അവർ എങ്ങനെ എൻ്റർ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അവർ RSSനെതിരെ BJPക്കെതിരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് അവരും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ RSSനും BJPക്കും ഓൾറെഡി ഇന്ത്യയുടെ ഈ സാഹചര്യത്തിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ അവർ അതിന് കുറച്ചുകൂടി ഊന്നൽ നൽകി അവരുടെ പൊളിറ്റിക്സ് പറയുന്നു. STPക്ക് അതില്ല. നിലവിൽ അവർ സൈലന്റായി നിൽക്കുകയാണ്. അപ്പോൾ എവിടേക്കൊരു എൻട്രൻസ് കിട്ടുമെന്ന് നോക്കി നിൽക്കുന്ന അവർ RSS വിരുദ്ധ കേരളത്തിന്റെ മതേതര ബോധത്തെ ഉപയോഗിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഏറ്റവും അപകടകരം. അപ്പോൾ ഈ സംഘടനകളോട് സ്വീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് മുൻനിർത്തിയുള്ള നിലപാടല്ല. ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഇനി STP നിലപാട്, STP വോട്ട് വേണ്ട എന്ന് ഏതെങ്കിലും കക്ഷി പറഞ്ഞു എന്നിരിക്കട്ടെ, അതിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, പക്ഷേ ഈ വോട്ടുകൾ എവിടെയായാലും പോൾ ചെയ്യപ്പെടും. അത് മുൻ തെരഞ്ഞെടുപ്പുകളിലും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരസ്യമായി നിലപാട് എടുത്തത് കൊണ്ട് മാത്രമേ ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുന്നില്ല. അവർ പോൾ ചെയ്യും. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷിക്ക്, പ്രത്യേകിച്ചും RSSനോട് പോരാടാൻ ഞങ്ങളെ ഉള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ഈ അവസരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.